നമ്മുടെ ജീവിതം ആരുടെ കൂടെയാണോ അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. വിശുദ്ധ കാർൽ അക്വിറ്റസ് പറയുന്നുണ്ട്, വെയിലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ശരീരം കരിവാളിക്കും. ഇതുപോലെ ഞാൻ ദിവികാനത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ഞാൻ വിശുദ്ധനായിട്ട് മാറും. ഞാൻ ആരുടെ കൂടെ ആയിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സ്പർശിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദിവികാനത്തോട് ഞാൻ ചേർന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥനയോട് ചേർന്നിരിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ കുറേയേറെ മാറ്റങ്ങൾ പതുക്കെ പതുക്കെ നടത്തുന്നുണ്ട്. എൻ്റെ കോപം ഇല്ലാതാക്കുന്നു, വൈരാഗ്യങ്ങൾ ഇല്ലാതാക്കുന്നു, അതുപോലെ എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ കുറേയേറെ മാറ്റങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് ദിവികാനത്തിന് മുമ്പിലായിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി മൊബൈൽ ഫോണിൽ അഡിക്റ്റഡ് ആണെങ്കിൽ അവൻ്റെ ചിന്തകളൊക്കെ ആ കാര്യങ്ങളായിരിക്കും. നീ എന്ത് കാണുന്നു അത് നിന്റെ തലച്ചോറിനെ ആകർഷിക്കും. അത് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും. വൃത്തികെട്ട ഏതെങ്കിലും ഒരു കാര്യം നീ കണ്ടുകൊണ്ടിരിക്കുന്നു, അപ്പോൾ മറ്റുള്ളവരെ കാണുമ്പോഴും എൻ്റെ തലച്ചോറിൽ അത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എൻ്റെ സാന്നിധ്യം നന്മയോട് കൂടി ആയിരിക്കട്ടെ, ദൈവത്തോടു കൂടി ആയിരിക്കട്ടെ, ദിവികാരുണ്യത്തോടു കൂടി ആയിരിക്കട്ടെ. പ്രാർത്ഥിക്കാം.